ശ്രീ എം പി രാജേഷ്, കേരളത്തിലിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു വലിയ ദിവസങ്ങൾ ബാക്കി വന്നിട്ടില്ല. ഈ വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ കാഹളം കേരളത്തിലുടനീളം അനുഭവപ്പെട്ടു തുടങ്ങി. ഇത് പ്രധാനമായും വോട്ടർമാർ നേരിട്ട് പങ്കെടുത്തിട്ടല്ല. തീർച്ചയായിട്ടും മുന്നണികൾ കൂടുതൽ താല്പര്യങ്ങളെടുത്ത് അവർ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാഹളം കേരളത്തിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് കോൺഗ്രസിൻ്റെ നീക്കം സുൽത്താൻ ബത്തേരിയിൽ നടന്നു. അവർ ഒരുപക്ഷെ UDFിൻ്റെ എങ്ങനെയായിരിക്കും പുതിയ നീക്കം എന്നുള്ള തീരുമാനങ്ങളൊക്കെ വന്നു. അതുകൂടി ആയപ്പോൾ എന്തോ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നു എന്ന രീതിയിലൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നത്. ശ്രീ എം പി രാജേഷ്, LDF ഈ മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിൽ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ? അതിനു മുമ്പ് ശ്രീ SKN, ഞാൻ അങ്ങേ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊരു സ്പെഷ്യൽ ഷോ ആരംഭിച്ചതിന്. ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞത്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും എന്ന്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ടെലിവിഷൻ ചർച്ചകളെല്ലാം വാദിക്കാനും ജയിക്കാനും, അതും വസ്തുതകൾ കൊണ്ടെന്നതിനേക്കാൾ ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് വാദിക്കാനും ജയിക്കാനും ഉള്ള പോർവിളിയുടെ ഇടങ്ങളായിട്ട് മാറുമ്പോൾ വസ്തുതകൾ അറിയാനും ജനങ്ങളെ അറിയിക്കാനും ഉതകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഷോ ആരംഭിച്ചത് നമ്മുടെ ടെലിവിഷൻ സംവാദത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടിയാണ് ഇതിൽ വരാം എന്ന് സമ്മതിച്ചത്. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളെ കുറിച്ച് അങ്ങ് ചോദിച്ചു. സ്വാഭാവികമാണല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ എന്നതുകൊണ്ട് എല്ലാവരും തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക എന്നത് സ്വാഭാവികമാണ്. LDFും അതിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയമായും സംഘടനാപരമായും LDFിനെ മുഴുവൻ സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ LDFിൻ്റെ പ്രചരണ ജാഥകൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് പ്രവർത്തനങ്ങൾ, സംഘടനാ മുന്നൊരുക്കങ്ങൾ, അതിൻ്റെ ഹോംവർക്ക് അത് ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കാലത്തും LDF തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ, പ്രത്യേകിച്ച് സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പുകളിൽ മുന്നിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നന്നായിട്ട് നടന്നു വരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ LDF ഗവൺമെൻറ് സൃഷ്ടിച്ച വിസ്മയകരമായിട്ടുള്ള മാറ്റം, വികസനത്തിൻ്റെ, പുരോഗതിയുടെ, ക്ഷേമ പ്രവർത്തനങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുകയും നടപ്പാക്കുകയും ചെയ്ത ബദൽ നയങ്ങളുണ്ട്. ആ ബദൽ നയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച, നിലവിൽ തന്നെ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ചർച്ച ചെയ്യുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്വമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റും മറ്റെല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും പിന്തുടരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ നയമാണ് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബദൽ നയം സാധ്യമാണ് എന്ന് ഇന്ത്യക്ക് തന്നെ കാണിച്ചു കൊടുക്കുകയും ആ ബദൽ നയം പ്രായോഗികമായിട്ട് നടപ്പാക്കാവുന്നതാണ് എന്ന് തെളിയിപ്പിക്കുകയും ചെയ്ത, അസൂയാർഹമായ നിലയിൽ തെളിയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.